ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം LBS സെന്റർ വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പോൾ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്. നമുക്ക് എന്താണ് LBSന്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. The second allotment for BSc Nursing will be published on 7/8/2025 evening 7 PM. അതായത് ഇന്ന് 7 മണിക്കുള്ളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും എന്നാണ് വന്നിട്ടുള്ളത്. ടു കൺഫേം ദ സീറ്റ് ഇൻ ദ അലോട്ടഡ് കോളേജ് ആൻഡ് ടു ബി കൺസിഡർഡ് ഫോർ ഹയർ ഓപ്ഷൻസ് ദ ടോക്കൺ ഫീ മസ്റ്റ് ബി പെയ്ഡ്. നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടാവണം. ടോക്കൺ ഫീ അടയ്ക്കാത്ത കുട്ടികളെ ഇനിയുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. പക്ഷെ അവരെ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് പുതിയ ഓപ്ഷൻസ് ഒന്നേന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പരിഗണിക്കുന്നതുമായിരിക്കും. ഓക്കെ, ദ ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി to college list as and when they receive approval. അതോടൊപ്പം തന്നെ പല കുട്ടികളും ചോദിച്ചതാണ് ഇനി കോളേജസ് അപ്രൂവൽ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും കോളേജസ് അപ്രൂവൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. BSc നഴ്സിംഗിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അപ്രൂവൽ കിട്ടുന്നതനുസരിച്ച് കോളേജ് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഏതൊക്കെ കോളേജസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം നൽകുന്നതാണ്. അതായത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് പാരാമെഡിക്കൽ എപ്പോഴാണ് എന്നുള്ളത്. LBSന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ LBS ഓരോ കോളേജസ് ആയിട്ട് അപ്രൂവൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്രൂവ് ചെയ്തതിന്റെ ലാസ്റ്റ് റിസൾട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കും വരുന്നുണ്ടാവുക. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ കോളേജസിനും LBS പുതുതായിട്ട് അപ്രൂവൽ നോക്കി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഇനി നമുക്ക് ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട്. അതായത് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2024-2025. ഇത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള റിസൾട്ട് ആണ്. അവർ പലരും BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അവരുടെ പെർസെൻറ്റേജ് അവരുടെ ഡിസബിലിറ്റി അനുസരിച്ച് ആർക്കൊക്കെയാണ് BSc നഴ്സിംഗിന് പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള റിസൾട്ട് പുറത്ത് വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ പലരും ഇതില് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും നോൺ സ്യൂട്ടബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റുഡൻസിന്റെ നൈമും നമ്പറും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട് ചോദിക്കുക. പല കുട്ടികളും വീഡിയോസ് മുഴുവനായി കാണാറില്ല. വീഡിയോ വരുമ്പോൾ തന്നെ ഓൺ ചെയ്യും. ആദ്യം തന്നെ ഡൗട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട് ചോദിക്കുക. പല കുട്ടികളും ഇൻഡെക്സ് സ്കോറും കാര്യങ്ങളും അയച്ചു തന്നതിന് ശേഷം ചാൻസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത് നമുക്ക് കോഴ്സസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചാൻസസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ഫിനാൻസിങ് ആൻഡ് ഗവൺമെന്റിൻ്റെത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വയം നിങ്ങളുടെ മാർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് കേരളത്തിൽ. അതോടൊപ്പം തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ചോദിച്ചതാണ് സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയൊക്കെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. SC ST കുട്ടികൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം, EWSന് ഈഴവയ്ക്ക്, അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഏതൊക്കെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ NRI കോട്ട, സ്പോർട്സ് കോട്ട, NCC കോട്ട, ആ രീതിയിലുള്ള റിസർവേഷൻ കിട്ടി നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നാണ് നിങ്ങൾ മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ LBSന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ പ്രോസ്പെക്ടസും വളരെ പൂർണ്ണമായും വ്യക്തമായും വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തായാലും ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മുന്നോട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന അപ്ഡേറ്റ് നമ്മൾ ഉടനെ തന്നെ വീഡിയോയിലൂടെ അറിയിക്കുന്നതുമായിരിക്കും. അതോടൊപ്പം പല കുട്ടികൾക്കും പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം, കൊല്ലം, അടൂർ, ആലപ്പുഴ അങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള സെന്ററിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ അവരെ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാൻ വേണ്ടി സാധിക്കുന്നതുമാണ്.
അപ്പോൾ ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.